നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോവർ ഡിവിഷനുകൾക്ക് വാട്ടർ അതോറിറ്റി ഇന്ന് നടന്ന എക്സാമിന്റെ GK ക്വസ്റ്റ്യൻസും മലയാളം ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ കീയുമാണ്. പ്രൊഫഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടിച്ചിട്ടൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഗോവ വാസ് ക്യാപ്ചേർഡ് ബൈ പോർച്ചുഗീസ് അണ്ടർ ദ വൈസ്രോയാലിറ്റി ഓഫ്, അതായത് ആര് വൈസ്രോയി ആയിട്ടിരുന്നപ്പോഴാണ് ഗോവ പോർച്ചുഗീസുകാരെ ക്യാപ്ചർ ചെയ്തത്? ഓപ്ഷൻ ബി ആണ്, അൽഫോൺസോ ഡെ അൽബുക്കർക്കിന്റെ കാലത്താണ് ഗോവ പോർച്ചുഗീസുകാര് പിടിച്ചടക്കിയത്. 2, സമത്വ സമാജം വാസ് ദി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം, വൈകുണ്ഠ സ്വാമിയാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. മാതൃഭൂമി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓഫ്. ഓപ്ഷൻ സി ആണ്, 1923 മാതൃഭൂമി നിലവിൽ വന്നത്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1923. Question number 4, the word secular was added to the Indian Constitution during the Prime Ministership of. അതായത് നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലർ എന്ന് പറയുന്ന വാക്ക് എഴുതി ചേർക്കപ്പെട്ടു ആണല്ലോ ആമുഖത്തിൽ. ഇത് ആര് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴായിരുന്നു? ഓപ്ഷൻ സി, ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴായിരുന്നു സെക്യുലർ എന്ന വാക്ക് എഴുതി ചേർത്തത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. 5, ദ ഡിക്ലറേഷൻ ഓഫ് the right of man and of the citizen is associated with. The declaration of the rights of man and the citizens is associated with. അതായത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ ഒരു വാക്യം ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, ഫ്രഞ്ച് റവല്യൂഷൻ. ഇതാണ് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ വാക്യം ഫ്രഞ്ച് റവല്യൂഷൻ സമയത്ത് വന്നതാണ്. 6, ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് യക്ഷഗാന. യക്ഷഗാന യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പാർത്ഥി സുഭയാണ് യക്ഷഗാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. 7, ഹു വോൺ ദി ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഇൻ ഒളിമ്പിക്സ് ഫോർ ഇന്ത്യ. ആരാണ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി കരസ്ഥമാക്കിയത്? ആരാണ്? ഓപ്ഷൻ എ, അഭിനവ് ബിന്ദ്രയാണ്. ആദ്യമായിട്ട് ഒരു ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടുന്നത് ആര് വഴിയാണ്? അഭിനവ് ബിന്ദ്ര വഴിയാണ്. കൊച്ചി രാജ്യ ചരിത്രം വാസ് റിട്ടൺ ബൈ. 1912 എഴുതിയതെന്നുണ്ട്. ആരാണ് കൊച്ചി രാജ്യ ചരിത്രം എഴുതിയത്? ഓപ്ഷൻ എ ആണ്, KP പത്മനാഭ മേനോനാണ് കൊച്ചി രാജ്യ ചരിത്രം എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9, വിച്ച് among the following is considered as the biggest gathering of Christians in Asia? Which among the following is considered as the biggest gathering of Christians in Asia? ഏതാണ് താഴെ പറയുന്നതിനകത്ത്? ക്രിസ്ത്യൻ ആണേ. ക്രിസ്ത്യൻസിന്റെ ഗ്യാതറിംഗ്, ബിഗ്ഗസ്റ്റ് ഗ്യാതറിംഗ് താഴെ പറയുന്നതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, മാരാമൺ കൺവെൻഷനിലാണ് അല്ലെ. മാരാമൺ കൺവെൻഷനിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഗ്യാതറിംഗ് ഉണ്ടാവുന്നത്. അടുത്ത 10, ഹു ഈസ് ദ കറണ്ട് പ്രസിഡന്റ് ഓഫ് ഉക്രൈൻ. ഉക്രൈന്റെ കറണ്ട് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ, സെലൻസ്കി അല്ലെ, വ്ളാഡിമിർ സെലൻസ്കി ആണ്. 11, സാൻഡ്സ്റ്റോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള റോക്ക് ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, സെഡിമെന്ററി റോക്ക് ആണ് സാൻഡ്സ്റ്റോൺ. അടുത്തത്, ഐഡന്റിഫൈ ദ ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഇൻ കേരള. ഐഡന്റിഫൈ ദ ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഇൻ കേരള. എല്ലാവർക്കും അറിയാം, കല്ലടയാണ്. ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, വിച്ച് among the following are involved in the process of heating of the atmosphere? അന്തരീക്ഷം ചൂടുപിടിക്കുന്ന പ്രോസസ്സിനകത്ത് താഴെ പറയുന്ന ഏതൊക്കെ പ്രോസസ്സ് പെടും? കണ്ടക്ഷൻ, അഡ്വെക്ഷൻ, കൺവെക്ഷൻ. അതുപോലെ ഇൻഫിൽട്രേഷൻ. നമുക്കറിയാം ഇൻഫിൽട്രേഷൻ ഇല്ല, ബാക്കി കണ്ടക്ഷൻ നടക്കാറുണ്ട്, അഡ്വെക്ഷൻ, കൺവെക്ഷൻ ഉണ്ട്. അപ്പൊ ഈ അഡ്വെക്ഷൻ ആയിരിക്കും ചിലർക്കൊക്കെ ഡൗട്ട്, അതുമുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കണ്ടക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് കൺവെക്ഷൻ എവിടെ നടക്കാറുണ്ട്? ഹീറ്റിംഗ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ നടക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 14, ഫോർമേഷൻ ഓഫ് യു ഷേപ്ഡ് വാലീസ് അസോസിയേറ്റഡ്. എങ്ങനെയാണ് നമ്മൾ യു ഷേപ്ഡ് വാലി ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ്? ഗ്ലേസിയേഴ്സിന്റെ ഒരു പ്രവർത്തനം മൂലമാണ് അല്ലെ. ഗ്ലേസിയേഴ്സിന്റെ പ്രവർത്തനം മൂലമാണ് യു ഷേപ്ഡ് വാലീസ് ഉണ്ടാവുന്നത്. സ്റ്റേറ്റും കൊടുത്തിട്ടുണ്ട്. നറോറ ഉത്തർപ്രദേശ്, റാവത് ഭട്ട മധ്യപ്രദേശ്, താരാപൂർ മഹാരാഷ്ട്ര, കൈഗ കർണാടക. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് നറോറ ഉത്തർപ്രദേശിലാണ്, അതുപോലെ താരാപൂർ മഹാരാഷ്ട്രയിലാണ്, കൈഗ കർണാടകയിലാണ്. തെറ്റിതാണ്, റാവത് ഭട്ട മധ്യപ്രദേശിലല്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16, സാഫോറീസിയ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി? അത് നമ്മൾ എപ്പോഴും ഇപ്പം ന്യൂസ് പേപ്പറിൽ കാണാറുള്ളതായിരുന്നു. റഷ്യ,
ഏറ്റവും പുതിയതായിട്ട് യുക്രൈനിലെ ആണവ നിലയത്തിലേക്ക് ആക്രമണം നടത്തി. അതിനകത്ത് വന്നൊരു പേരായിരുന്നു സാഫോറീസിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടത്തെയാണ്? യുക്രൈനിലെയാണ് കേട്ടോ. യുക്രൈനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 17, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോഗ്രാം വാസ് റിലേറ്റഡ് ടു ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഏതൊക്കെയാണ് നമ്മുടെ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോഗ്രാംസ് എന്നാണ്. ഒന്ന്, ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം, ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. ഏതൊക്കെയാണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന? ഓപ്ഷൻ സി ആണ് 1, 2, 3. ഇത് രണ്ടും ഈ മൂന്നാമത്തതും റിലേറ്റ് ചെയ്തതാണ്. അത് പഠിച്ചു വെക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇൻകം ടാക്സ് റേറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എ നോർമൽ റെസിഡന്റ് ഇൻഡിവിജ്വൽ അതർ ദാൻ സീനിയർ ആൻഡ് സൂപ്പർ സീനിയർ സിറ്റിസൺസ് ഇൻ ഇന്ത്യ അറ്റ് പ്രസന്റ്? നമുക്ക് നോർമൽ റെസിഡന്റ് ആയിട്ടുള്ള എല്ലാവർക്കും താഴെ പറയുന്ന ഇൻകം ടാക്സിൽ ഏതൊക്കെയാണ് ആപ്ലിക്കബിൾ? ആർക്കൊഴികെ? സീനിയർ സൂപ്പർ സീനിയർ സിറ്റിസൺസിന് ഒഴികെ. ഇന്ത്യയിലെ കാര്യമാണ്. അതായത് 2,50,000 വരെ ഒന്നും അടയ്ക്കേണ്ട. അത്രയും വരുമാനമുള്ളവരാണെങ്കിൽ ഒന്നും അടയ്ക്കേണ്ട. 2,50,000 തൊട്ട് 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ 5% ഇൻകം ടാക്സ് അടയ്ക്കണം. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെന്നുണ്ടെങ്കിൽ 10%. എബവ് 10 ലക്ഷം വരികയാണെങ്കിൽ 20%. ഇതാണ് റേറ്റ്. കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇത് രണ്ടും കറക്റ്റ് ആണ്. അതായത് 2,50,000 വരെയാണെങ്കിൽ ഒന്നും അടയ്ക്കേണ്ട. 2,50,000 മുതൽ 5 ലക്ഷം വരെയാണെങ്കിൽ 5% നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 19, ദ സ്ട്രാറ്റജി ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ സെക്കൻഡ് 5-year പ്ലാൻ ഹാഡ് ദി ഫോളോയിങ് എലമെന്റ്സ്? എന്തൊക്കെയായിരുന്നു? അതായത് സെക്കൻഡ് 5-year പ്ലാനിനകത്ത് ഇൻഡസ്ട്രിയലൈസേഷന്റെ സ്ട്രാറ്റജി എന്തൊക്കെയായിരുന്നു? ഇൻക്രീസ് ദി റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആസ് ദി ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്റ്റീവ് പവർ ബൈ ഇൻക്രീസിംഗ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെവി ആൻഡ് ക്യാപിറ്റൽ ഗുഡ് സെക്ടേഴ്സ്, പ്രൊവൈഡിംഗ് മോർ കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ടു ദ പ്രൈവറ്റ് സെക്ടർ, ഇൻക്രീസിംഗ് ദ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സെക്ടർ. എന്തൊക്കെ സ്ട്രാറ്റജിയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ? അത് നമുക്കറിയാം സെക്കൻഡ് 5-year പ്ലാന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വ്യവസായവൽക്കരണത്തിനായിരുന്നു. എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4. ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആസ് ദ ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് കൂട്ടി. അതുപോലെ രണ്ടാമത് റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് പ്രൊഡ്യൂസീവ് പവർ ബൈ ഇൻക്രീസിംഗ് ദ പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഹെവി ക്യാപിറ്റൽ ഗുഡ് സെക്ടർ. അതുപോലെ 4, ഇൻക്രീസിംഗ് ദ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സെക്ടർ. ഇത് 3 എണ്ണമാണ് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ സ്ട്രാറ്റജിയിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട എലമെന്റ്സ്. 20, ആസ് പെർ ആർട്ടിക്കിൾ 279A ഓഫ് ദ അമെൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ. അതായത് 279A അമെൻഡ് ചെയ്ത പ്രകാരം, ആർട്ടിക്കിൾ പ്രകാരം ആരാണ് GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? ഇതെല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി, ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അതായത് നിലവിൽ. 21, വിച്ച് അമംഗ് ദി ഫോളോയിങ് കമ്മിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ഓഫ് ദി ഇന്ത്യൻ റുപ്പി? വിച്ച് അമംഗ് ദി ഫോളോയിങ് കമ്മിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ഓഫ് ദി ഇന്ത്യൻ റുപ്പി? ആരാണ്? ഇതും എല്ലാവർക്കും അറിയാം. താരാപൂർ കമ്മിറ്റിയാണ് കേട്ടോ. താരാപൂർ കമ്മിറ്റി. 22, ഹു ഈസ് ദ പ്രസന്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിന്റെ പ്രസന്റ് CEO ആരാണെന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം, അമിതാഭ് കാന്ത് ആണ് നിലവിലെത്തത്. അടുത്തത് 23, എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് രാജ്യസഭ. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് രാജ്യസഭ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ആർട്ടിക്കിൾ 32 ഇസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും അറിയാം, BR അംബേദ്കർ ആണ് അല്ലെ. 24 ഓപ്ഷനെ. 25, റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, നൗ ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ്, മെൻഷൻ ദ ആർട്ടിക്കിൾ. ഏതാണെന്നും എല്ലാവർക്കും അറിയാം, ഏത് പ്രകാരമാണെന്നും അറിയാം. ആർട്ടിക്കിൾ 300A ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും ലീഗൽ റൈറ്റിലേക്ക് മാറ്റിയത്. 26, ഇന്ത്യ ഈസ് എ ക്വാസി ഫെഡറൽ സിസ്റ്റം. ഹൂ സെഡ്? ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റം ആണെന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ എ, KC വെയർ ആണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഈസ് എ ക്വാസി ഫെഡറൽ സിസ്റ്റം. അടുത്ത മിൻഡോ മോർലി റീഫോം ആക്ട് വാസിൻ. എന്നാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം വരുന്നത്? ഓപ്ഷൻ ഡി, 1909. 19 9. അടുത്തത് അത് മൊണ്ടേഗു ചെംസ്ഫോർഡ് 1909 മിൻഡോ മോർലി ഭരണപരിഷ്കാരം. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ്. ഏത് ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്? ഓപ്ഷൻ എ, നവംബർ 26. ദ വേർഡ് സെക്യുലർ വാസ് ഇൻസേർട്ടഡ് ഇൻ ദ പ്രിയാമ്പിൾ ബൈ വിച്ച് അമെൻമെന്റ്? നമ്മൾ സെക്യുലർ ആരുടെ കാലത്താണെന്ന് പറഞ്ഞു. അത് ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോഴും ചോദിച്ചിരിക്കുന്നു. ഏത് അമെൻമെന്റ് പ്രകാരമാണ് സെക്യുലർ എന്ന് പറയുന്ന വാക്ക് ചേർത്തത്? 42ാം അമെൻമെന്റ് പ്രകാരം. വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഏതാണ്? ഓപ്ഷൻ സി, പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്.
31 ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ ദ റിട്ട് ബൈ ദ ആർട്ടിക്കിൾ അതായത് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോർട്ടിന് ഇഷ്യൂ ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ 226 പ്രകാരമാണ്. ആർട്ടിക്കിൾ 32 സുപ്രീം കോർട്ടാണ്. 32 ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്, ഗവർണറെ സ്റ്റേറ്റിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നാണ് ചോദ്യം. അതും എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 156 ആണ് ഗവർണറുടെ അപ്പോയിന്റ്മെന്റിനെ പറ്റിയിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 156. 33 ഗുഡ്സ് ആൻഡ് സർവീസ് GST എന്നാണ് നിലവിൽ വന്നത്? എല്ലാവർക്കും അറിയാം, ജൂലൈ 1, 2017. അടുത്തത് സായം പ്രഭ ഹോം പ്രോജക്റ്റ് ഇനിഷ്യേറ്റഡ് ബൈ ദി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് ഡേ കെയർ ഫെസിലിറ്റീസ് ടു ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സായം പ്രഭ എന്ന് പറയുന്ന ഹോം പ്രോജക്റ്റ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്? ആരുടെ കെയറിങ്ങിന് വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ്. 35 വിച്ച് അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിലേറ്റഡ് ടു പഞ്ചായത്തി രാജ്? പഞ്ചായത്തി രാജുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് അമെൻമെന്റ് ആണ്? 73rd ആണ് പഞ്ചായത്തി രാജ്. അടുത്ത 104-ാം അമെൻമെന്റ് 2019 104-ാം അമെൻമെന്റ് താഴെ പറയുന്നതിനകത്ത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഓപ്ഷൻ എ അബോളിഷൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഇൻ പാർലമെന്റ്. പാർലമെന്റിൽ ആംഗ്ലോ ഇന്ത്യൻസിന്റെ റെപ്രസെന്റേഷൻ അബോളിഷ് ചെയ്തുകൊണ്ടാണ് 104-ാം അമെൻമെന്റ് ആക്ട് വന്നത്. ദ സ്പിരിറ്റ് ഓഫ് ലോ ഈസ് റിട്ടൺ ബൈ? ആരാണ് സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത്? ഓപ്ഷൻ ഡി മൊണ്ടേസ്ക്യൂ ആണ് സ്പിരിറ്റ് ഓഫ് ലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്? കോളറ, പ്രോട്ടോസോവ, കോമൺ കോൾഡ്, റൈനോ വൈറസ്, വൂപ്പിംഗ് കഫ്, ബാക്ടീരിയ, ഫിലാരിയാസിസ്, ഹെൽമിന്തസ്. ഇതിനകത്ത് ഏതാണ് റോങ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോളറ, പ്രോട്ടോസോവ വരുത്തുന്നതല്ല, ബാക്കിയെല്ലാം ശരിയാണ്. 39 പെയിൻ ഒക്കറിംഗ് ഇൻ മസിൽ ഡ്യൂറിംഗ് വർക്ക്ഔട്ട് ഈസ് യൂഷ്വലി ഡ്യൂ ടു ദ ബിൽഡിംഗ് അപ്പ് ഓഫ്? നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് മസിൽസിൽ പെയിൻ വരുന്നത് എന്തിന്റെ പ്രസൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കാരണം, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നതുകൊണ്ട്. ദ പ്രോട്ടോകോൾ അമെൻഡഡ് ഇൻ 1990 ടു പ്രൊട്ടക്ട് ദി ഓസോൺ ലെയർ ബൈ കംപ്ലീറ്റ്ലി ഫേസിംഗ് ഔട്ട് ഓഫ് CFC ഏതാണ്? 1990 വന്ന പ്രോട്ടോകോൾ, അമെൻഡ് ചെയ്ത പ്രോട്ടോകോൾ ഓസോൺ ലെയറിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഡി മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് കാണാമോ? പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് ബൈ മെർക്കുറി, അതായത് മെർക്കുറി കാരണം പൊല്യൂഷൻ ഉണ്ടാകുന്നു. എന്താ? വാട്ടർ ബോഡീസിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻ കോസസ് എന്തിന് കാരണമായിട്ട് തീരുന്നു? ഓപ്ഷൻ എ മിനമാറ്റ ഡിസീസ് അല്ലെ, മിനമാറ്റ ഡിസീസിന് കാരണമായിട്ട് തീരുന്നു. 42 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഗവൺമെന്റ് സ്കീം ഇൻ ഇന്ത്യ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു TB പേഷ്യൻസ് ഫോർ ദെയർ ന്യൂട്രീഷൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ്, അതായത് താഴെ പറയുന്നതിനകത്ത് ഏത് ഗവൺമെന്റ് സ്കീമാണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈ ട്യൂബർകുലോസിസ് പേഷ്യൻസിന് ന്യൂട്രീഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്കീം? ഓപ്ഷൻ ബി നിക്ഷയ പോഷൺ യോജന എന്നാണ് അതിന്റെ പേര്. അടുത്തത് 43 എ ബീം ഓഫ് ലൈറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് വെൻ പാസ്ഡ് ത്രൂ എ ഗ്ലാസ് പ്രിസം ആൻഡ് ഓൾസോ വെൻ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ ഗ്രേറ്റിംഗ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? അതായത് ഫിസിക്സിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളർ വെൻ പാസ്ഡ് ഒരു ഗ്ലാസ് പ്രിസസിൽ കൂടെ പാസ് ചെയ്യുന്നു. വെൻ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ ഗ്രേറ്റിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? ഏതൊക്കെയാണ് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഈ ഒരു കേസിൽ വരുന്നത്? ഓപ്ഷൻ ഡി റെഡ് ഈസ് മോസ്റ്റ് ഡീവിയേറ്റഡ് ആൻഡ് വയലറ്റ് ഈസ് ലീസ്റ്റ് ഡീവിയേറ്റഡ് ഗ്രേറ്റിംഗ് സ്പെക്ട്ര. റെഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്, വയലറ്റ് ആണ് ഏറ്റവും കുറച്ച് ഡീവിയേറ്റ് ചെയ്യുന്നത്. 2 masses m1 is equal to m, m2 is equal to 4m possess equal amount of kinetic energy, then the ratio of their momentum p1 is to p2. m1 എന്ന് പറയുന്നത് m, m2 എന്ന് പറയുന്നത് 4m എന്ന് പറയുമ്പോൾ 4 ഇരട്ടിയായിട്ട് വന്നു. അത് രണ്ടിനും ഈക്വൽ കൈനറ്റിക് എനർജിയാണ് പ്രോസസ് ചെയ്യുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ ആ ഒരു റേഷ്യോ ഏത് രീതിയിൽ വരുമെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി 1:2 ആണ് റേഷ്യോ. 45 escape velocity of an object of mass m from the surface of the earth is v meter per second, then the value of escape velocity of mass 2m from a planet of diameter 4 times that of earth is? ഇത് പുസ്തകത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണ്, വായിച്ചവർക്കറിയാം. ഓപ്ഷൻ സി 2v മീറ്റർ പെർ സെക്കൻഡ് ആണ്. 46 the Nobel Prize for Physics in 2017 was awarded by Rene Weiss, Barry C. Barish, Gibbs S. Thorne. Their contribution for winning the award related. അതായത് 2017 നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇപ്പോൾ വരുന്ന എല്ലാ എക്സാംസിനും 2020, 2021, 2022 അല്ല ചോദിക്കുന്നത്, 17, 18, 19 ആണ്. സോ അതുകൂടെ പഠിച്ചിട്ടൊക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയുള്ളവർ.
ഫോർ ഡിസിസീവ് കോൺട്രിബ്യൂഷൻ ടു ലിഗോ ഡിറ്റക്ടേഴ്സ് ആൻഡ് ദ ഒബ്സർവേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് 2017 ഭൗതിക ശാസ്ത്രത്തിന്റെ അവാർഡ് കിട്ടിയത് എന്ന് മാത്രം ഞാൻ പറയാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഫോർ ഡിസിസീവ് കോൺട്രിബ്യൂഷൻ ടു ദ ലൈഗോ ഡിറ്റക്ടർ ആൻഡ് ദ ഒബ്സർവേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ വേവ്സിന് വേണ്ടിയിട്ടാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. 47 ദ മോസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ് ഇൻ ഗ്രൂപ്പ് 17 17ാമത്തേനകത്ത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? 17ാമത്തെ ഗ്രൂപ്പിൽ ഫ്ലൂറിനാണ്. ദ പി എച്ച് ഓഫ് ഹ്യൂമൻ ബ്ലഡിന്റെ പി എച്ച് എന്ന് പറയുന്നത് എന്താണ്? സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. റേഷ്യോ ഓഫ് HCl ടു HNO3 ഇൻ അക്വാറീജിയയിൽ HClഉം HNO3യും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്? ഓപ്ഷൻ എ 3:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. 50 ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ വാസ് സെലിബ്രേറ്റഡ് ഇൻ ഡാഷ് ഇയർ. ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ സെലിബ്രേറ്റ് ചെയ്ത വർഷം എന്നാണ്? ഓപ്ഷൻ ബി 2019. ഇനി മലയാളം ചോദ്യം നോക്കാം. സമുദ്രം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? സമുദ്രം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ആണ് അബ്ധി എന്നുള്ളതാണ്. ഇതാണ് കേട്ടോ, ഓപ്ഷൻ എ അബ്ധി എന്നുള്ളതാണ് സമുദ്രം എന്ന പദമായി വരുന്നത്. ശരിയായ രൂപം ഏത്? ആഴ്ചപ്പതിപ്പിനെ ശരിയായിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഓപ്ഷൻ സി ആഴ്ചപ്പതിപ്പ്. ശാന്തം, ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിപരീത പദം എന്താണ്? ശാന്തത്തിന്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ ബി ഉഗ്രം എന്നാണ്. നശിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? നശിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ ഡി കുളം കോരുക. ആളേറിയാൽ പാമ്പ് ചാകില്ല എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പ്രയോഗം ഏതാണ്? ആളേറിയാൽ പാമ്പ് ചാകില്ല എന്നുള്ളതിന്റെ ടു മെനി കുക്ക് സ്പോയിൽസ് ദ ബ്രോത്ത് എന്നുള്ളതാണ്. അടുത്ത സ്വർണം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? സ്വർണം എന്ന അർത്ഥം വരാത്ത പദം ഏതാണെന്നാണ് ചോദ്യം. 76 സി ആണ്, ഹരിണമാണ്. ഹേമം, ഹിരണ്യം, ഹേമകം ഇതെല്ലാം സ്വർണം എന്ന അർത്ഥം വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി. 77 ഋഷിയെ സംബന്ധിച്ചത് സ്ഥിരം ചോദ്യമായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ആർഷഭാരതം മീൻസ് ആർഷം. വെഞ്ചാമരത്തിനെ പിരിച്ചെഴുതുക. വെഞ്ചാമരം. ഓപ്ഷൻ സി വെൺ അധികം ചാമരം. അടുത്തത് കോമയും ഒരു വലയത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്താണ്? അപ്പോൾ കറക്റ്റായിട്ടുള്ള മലയാളത്തിലുള്ള ചിഹ്നത്തിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കോമ എന്ന് പറയില്ലേ, ഇതിന്റെ വലയത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിന്റെ മലയാളത്തിലുള്ള പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി അങ്കുശം എന്നാണ്. അടുത്ത ശരിയായ വാക്യം കണ്ടെത്തുക. 3 പുസ്തകങ്ങൾ അയാൾ എഴുതി. അയാൾ 3 പുസ്തകം എഴുതി. അയാൾ പുസ്തകങ്ങൾ 3 എഴുതി. പുസ്തകങ്ങൾ 3 അയാൾ എഴുതി. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി അയാൾ 3 പുസ്തകം എഴുതി. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ GK പോർഷൻസിനകത്തുനിന്ന് വരുന്നതാണ്. അപ്പം ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഇച്ചിരി 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സും കൂടെ പഠിക്കുന്നതൊക്കെ നന്നായിരിക്കും ഈ 10th ലെവൽ മെയിൻസിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.